പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകനായ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ധ്യാൻ ശ്രീനിവാസൻ, നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണർ നമ്മുടെ അഭിമാനകരമായ ഡോക്ടർ പ്രദീപ് എൻ പ്രശാന്ത്, എൻ്റെ മകളും വൈസ് ചെയർപേഴ്സണുമായ ലിജിഷ, നമ്മുടെ ഇവിടുത്തെ പ്രിൻസിപ്പൽ, ഒരു വെൽക്കമിൽ കൂടി തന്നെ അദ്ദേഹത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും എത്ര എനർജറ്റിക്കായ ഒരു പ്രിൻസിപ്പാളെന്ന്. മിസ്റ്റർ അഭിലാഷ്, മാസ്റ്റർ RMS സജിത്ത്, മിസ്സിസ് ധനജ സരീഷ്, കറസ്പോണ്ടൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മിസ്സിസ് ശ്രീജ ബോസ്, ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പാരൻസ്, ടീച്ചേഴ്സ്, വിദ്യാർത്ഥിനികൾ, സുഹൃത്തുക്കൾ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹമുള്ള ഈ നാട്ടിലെ ജനങ്ങൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഈ ആനുവൽ ഡേക്ക് വന്ന് സംസാരിക്കാൻ കഴിഞ്ഞത്. നിങ്ങൾക്കറിയാം, വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് ഇന്ന് ഈ സ്ഥാപനം ഈ രീതിയിൽ എത്തിച്ചിട്ടുള്ളത്. കാരണം ഞങ്ങൾക്ക് അതിയായ ശക്തിയോടെയുള്ള തീരുമാനം ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല വിദ്യാഭ്യാസം, കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസ രീതി നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്ക് അഭിലാഷ് എന്ന ഒരു പ്രിൻസിപ്പിളും കിട്ടി. വളരെ എൻ്റെ ഐഡിയ, അതായത് ഗോകുലം ഗ്രൂപ്പിൻ്റെ താത്വികമായ ഐഡിയ 100% പ്രാവർത്തികമാക്കാൻ കഴിവുള്ള ഒരു പ്രിൻസിപ്പിൾ. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സഹകരിക്കുന്ന അത് കൂടിയുള്ള ചില ടീം ടീച്ചേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സവിശേഷത. കാരണം ഒരു വിദ്യാലയം നടത്തി അതൊരു കുറേ കുട്ടികളെ കുറേ സ്കൂളുകൾ നടത്തുക എന്നുള്ളതല്ല. അത് പ്രായോഗിക മാതൃകാപരമായ ഒരു സ്ഥാപനമായിരിക്കണം അത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. കാരണം ഞാൻ ഒരു ബിസിനസ്സുകാരനാണെങ്കിലും ഈ സ്കൂൾ എൻ്റെ ബിസിനസ്സല്ല, എൻ്റെ ഒരു ഫാഷനാണ്. നല്ല കുട്ടികളെ വാർത്തെടുക്കാനുള്ള ഒരാലയം. ഞാൻ സമ്പാദിക്കുന്ന ഓരോ കാശിനും അത് വിലയുണ്ടാകണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ടെങ്കിൽ മാത്രമേ അതിന് വിലയുണ്ടാകും. ഒരു പുതിയ ട്രഡീഷൻ, പുതിയൊരു സമൂഹത്തെ ഉണ്ടാക്കാൻ സാധിക്കുന്ന വിദ്യാലയങ്ങൾ, ഒരു പുതിയ സമ്പ്രദായത്തെ ഉണ്ടാക്കാൻ കഴിയുന്ന വിദ്യാലയങ്ങൾ, പഠിച്ചു കഴിഞ്ഞാൽ അവന് പ്രായോഗിക രീതിയിൽ അവന് പൊതുരംഗത്ത് പ്രവർത്തിക്കാനും ഒരു നല്ല ജോലി കിട്ടാനും ജനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് അറിയാവുന്ന ഒരു മാതൃകാപരമായ ഒരു പൗരനെ സൃഷ്ടിക്കുന്ന ഒരു വിദ്യാലയങ്ങളായിരിക്കണം നമ്മളത് എന്ന് നിർബന്ധമാണ്. ഇന്ന് ആനുവൽ ഡേ ആണ്. ഇന്ന് ആനുവൽ ഡേയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ കഴിവുള്ള കുട്ടികൾ ജനിക്കുമ്പോൾ അവർ 1000 കഴിവുള്ളവരായിരിക്കും. അപ്പോൾ 1000 കുട്ടികളുണ്ടെങ്കിൽ 1000 കഴിവുകളായിരിക്കും അവർ ജനിക്കുക. ഇപ്പോൾ LKG പഠിക്കുന്ന മുഹമ്മദ്, നിങ്ങൾക്കറിയാം, വേടനെ അനുകരിച്ച് സംസാരിച്ചത്. അപ്പം അത് കാരണം അവരുടെ ഉള്ളിൽ ദൈവികമായിട്ടുള്ള ഒരു കഴിവാണ്.
അതിനെ നമ്മൾ കണ്ട് മനസ്സിലാക്കി അതിനെ പോഷിപ്പിക്കാൻ അവർ രക്ഷാക്കന്മാരും നമ്മളെ ഇങ്ങനെ അവർ പഠിക്കുന്ന വിദ്യാലയങ്ങളൊക്കെ അതിനെ പ്രവർത്തിക്കുമ്പോൾ അതാണ് അങ്ങനെയുള്ള കുട്ടികളെ രംഗത്ത് കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഏതെല്ലാം രീതി അവർ ജനിക്കുമ്പോൾ അവർ പലതരത്തിലുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകളെ മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അത് വിദ്യാലയങ്ങളിൽ മാത്രമേ നടക്കുകയുള്ളൂ. അത് മനസ്സിലാക്കുന്ന രക്ഷിതാക്കന്മാരും അത് മനസ്സിലാക്കുന്ന അധ്യാപകന്മാരും ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ശില്പികൾ. അങ്ങനെയുള്ള ഒരു സമ്പ്രദായം നമുക്ക് ഉണ്ടാക്കണം. ഇവിടെ നമ്മുടെ ഏറ്റവും ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ധ്യാൻ ശ്രീനിവാസനാണ്. ധ്യാൻ ശ്രീനിവാസൻ്റെ അച്ഛൻ്റെ അച്ഛൻ എൻ്റെ സുഹൃത്തില്ല, എൻ്റെ ഒരു കസ്റ്റമറായിരുന്നു. അദ്ദേഹം വന്ന് എന്നോട് ഒരു ദിവസം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫിനാൻസ് ഇതിനായിരുന്നു എൻ്റെ അടുത്ത് വന്നത്. അദ്ദേഹം പറയാണ്, അന്ന് അത് വലിയ ശ്രീനിവാസനൊന്നും വളർന്നു വരുന്ന ഒരു സമയമായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ മകൻ ഒരു എഴുത്തുകാരനാണ്, സിനിമ ഏറ്റവും നന്നായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാവുന്നതാണ്. പക്ഷേ സിനിമയെപ്പറ്റി നമുക്ക് കാരണം പല ആളും പരാജയപ്പെട്ട ഒരു ഫീൽഡാണ്. അപ്പോൾ അദ്ദേഹം പറയുമ്പോൾ ഒക്കെ ഞാൻ മുഖത്ത് നോക്കി നിന്നു. ഒരച്ഛൻ്റെ ഒരു പിതാവിൻ്റെ ശ്രീനിവാസൻ്റെ പിതാവിൻ്റെ ഒരു കോൺഫിഡൻ്റാണ് എൻ്റെ മകൻ നന്നാവും, അവനതിന് കഴിവുണ്ട് കണ്ടുപിടിച്ച ഒരു പിതാവാണ്. ആ പിതാവിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ശ്രീനിവാസൻ വലിയ പ്രശസ്തനായ ഒരു സിനിമ നടനായി, എഴുത്തുകാരനായി, എല്ലാമേ ആയി. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുത്രനാണ് ധ്യാൻ. മൂത്ത പുത്രൻ വളരെ സിനിമാ ലോകത്ത് എല്ലാം പിടിച്ച നല്ല രീതിയിൽ നല്ല പ്രശ്നമായി കഴിഞ്ഞു. ധ്യാനും നല്ല തമാശയോടുകൂടി ജനങ്ങളോട് സംസാരിക്കാനും, നിങ്ങൾക്കറിയാം അവൻ്റെ സംസാരത്തിൽ എത്രത്തോളം ആ സമയത്തെ അവർ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത്. അത്രയും കഴിവുള്ളൊരു നല്ല കലാകാരനാണ്. ആദ്യത്തെ അവൻ്റെ പടം ആദ്യം ഞാൻ തന്നെയായിരുന്നു. എൻ്റെ പടം തന്നെയാണ് ആദ്യം അവന് ആരംഭിച്ചത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബബ്ബ എന്ന പടം ഭയം ഭക്തി ബഹുമാനത്തിൽ ശ്രീനിവാസൻ്റെ നല്ലൊരു പങ്കുണ്ട്. പിന്നെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇപ്പം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കാണുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തികൾ ഉണ്ടായത് അവരുടെ കലാലയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ആ കലയ്ക്ക് വേണ്ടി ജീവിച്ചാണ്. അപ്പോൾ അത് എത്ര ഡിഗ്രി എന്നുള്ളതല്ല, ഓരോരുത്തർക്കും ഒരു കഴിവുണ്ട്. ആ കലാപരമായ കഴിവുണ്ടെങ്കിൽ അവരെ വളർത്തിക്കൊണ്ടുവരും. അതാണ് ഇന്നത്തെ ഇന്ന് രാവിലെ ഇപ്പോൾ ആ ഫസ്റ്റ് തന്നെ 40 കുട്ടികൾ ഒരു പ്രകടനം കാഴ്ചവെച്ചു. എത്ര മനോഹരമായിട്ട് ഒരു പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടത്തുന്നതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ അവർ ഡാൻസ് അവതരിപ്പിച്ചു. ഞാൻ അഭിനന്ദിക്കുകയാണ് കുട്ടികളൊക്കെ. അതുമാത്രമല്ല, അവർ പിന്നിൽ കഷ്ടപ്പെട്ട ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുള്ള ഒരു സ്ഥാപനം, അത് ആ സ്ഥാപനത്തിൽ സഹകരിക്കുക എന്നത് നമ്മൾ നാട്ടുകാരുടെ ഉദ്ദേശം. നാട്ടുകാരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റും. അവരുടെ സഹകരണം നിർബന്ധമായിട്ട് വേണം. ഒരു പ്രോത്സാഹനം, വേറൊന്നും വേണ്ട, ഒരു പ്രോത്സാഹനം. ഞങ്ങൾ ആ സ്കൂൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നമ്മളെ മക്കളൊക്കെ ചേർത്ത് ആ മക്കളെ നന്നാക്കി കൊണ്ടുവരാൻ കഴിവുള്ള അതിനുള്ളൊരു സ്ഥലമാണ് ഗോകുലം പബ്ലിക് സ്കൂൾ എന്നുള്ള ഒരു അപ്രിസിയേഷൻ നിങ്ങളിൽ നിന്ന് ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ ലാഭത്തിന് വേണ്ടിയിട്ടല്ല, ഞങ്ങളെ ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ല ഞങ്ങൾ ആളുകൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫലം നിങ്ങളെ അപ്രിസിയേഷൻ, നിങ്ങളെ കയ്യടിയാണ്. ആ അപ്രിസിയേഷൻ ഉണ്ടാകണമെന്ന് ഞാൻ എൻ്റെ പേരൻസോട് ആദ്യമായിട്ട് ഇതിരിക്കുകയാണ്. പിന്നെ നമ്മളെ കുട്ടികളെ ഇപ്പോൾ പറഞ്ഞു, ഞാൻ അതിനെപ്പറ്റി റിപ്പീറ്റ് ചെയ്യുന്നതല്ല. നമ്മളെ ELC എന്നെ പറ്റിയും കുട്ടികളെ പ്രായോഗികമായ രീതിയിലേക്ക് കൊണ്ടുവരാനൊക്കെ പ്രിൻസിപ്പൾ നല്ല രീതിയിൽ അവതരിപ്പിച്ച് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതാണ് ഞങ്ങൾ അടുത്ത കൊല്ലം മുതൽക്ക് LKG മുതൽക്ക് അതിൻ്റെ ശരിയായ രീതിയിൽ ആരംഭിക്കുകയാണ്. അത് തനിയായിട്ട് തന്നെ ആരംഭിക്കുകയാണ്. കാരണം അതിന് കുറച്ച് ചിലവ് കൂടുതലുണ്ടാവും. അപ്പോൾ ചിലവ് കൂടുതലുണ്ടാകുമ്പോൾ പെട്ടെന്ന് ഇത്ര ചിലവ് ഒരു 30,000 ആകുമ്പോൾ 60,000 ആകുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുകൾ പേരൻസ് ഉണ്ട്. അതുകൊണ്ട് രണ്ടും ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഒന്ന് എൻ്റെ പേരൻസോട് ഞാൻ പറയുകയാണ്, നിങ്ങളെ കുട്ടികളെ അവർക്ക് നിങ്ങളുടെ സ്വത്തല്ല ആവശ്യം, നിങ്ങൾ ഉണ്ടാക്കുന്ന സ്വത്തൊന്നും ആവശ്യമില്ല.
നിങ്ങൾ നല്ല കൊടുക്കുന്ന വിദ്യാഭ്യാസം, ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. എൻ്റെ അച്ഛൻ എന്നെ വിദ്യാഭ്യാസം തന്നു, വളരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം തന്നു. ആ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം ജീവിക്കുന്നത്. അച്ഛൻ്റെ ഒരു സ്വത്തും ഞാൻ ഉപയോഗിച്ചില്ല. പക്ഷെ അതേ സമയത്ത് അച്ഛൻ പഠിപ്പിച്ച അച്ഛനും അമ്മയും ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നല്ല രീതിയിൽ, അതെൻ്റെ വീട്ടിനടുത്ത് കൂടെ ഉണ്ടായിട്ട് കൂടി ഞാനൊരു ഹോസ്റ്റൽ താമസിച്ച് എൻ്റെ സൗകര്യത്തിന് വേണ്ടി, വീട്ടിൽ ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടി എൻ്റെ ഹോസ്റ്റൽ താമസിപ്പിച്ച് എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചാണ്. അതിൻ്റെ പ്രയോജനം ഇന്ന് എനിക്കുണ്ട്. അപ്പോൾ അച്ഛൻ അന്ന് സ്വത്ത് സമ്പാദിച്ച് വെച്ചാണ് സ്വത്ത് കൊണ്ടൊന്നും പ്രയോജനമില്ല. നമുക്ക് വേണ്ടത് നമ്മുടെ മക്കളെ 1-2 കുട്ടികളുണ്ടാകും, അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കുക എന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ധനം അത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ പ്രതീക് എന്ന ആൾ ഇപ്പോൾ ഇവിടെ ഡൽഹിയിലാണ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾ അഭിമാനം, കാരണം ഇനി എല്ലാ വർഷവും ഇങ്ങനെയുള്ളൊരു ഗസ്റ്റ് ഓഫ് ഓണർ എപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പഠിച്ചു പോയ ഏറ്റവും നല്ല പൊസിഷനിലെത്തിയ ആൾക്കാരെ വിളിച്ച് അവരെ ഗസ്റ്റ് ഓഫ് ഓണർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഓരോ കൊല്ലവും ഒരാളെ ഞങ്ങൾ വിളിച്ച് അവരെ ആദരിക്കുക എന്നത് ഒരു സംസ്കാരമായി ഞങ്ങൾ മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് വാർത്തെടുക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളും പ്രോത്സാഹനവും നിങ്ങളിൽ നിന്ന് ഉണ്ടാകണം. പിന്നെ കുട്ടികളെ ഒരു ഇവിടെ പറഞ്ഞു കഴിഞ്ഞ പ്രിൻസിപ്പൾ, എന്നാലും ഒന്നുകൂടി അത് ആവർത്തിച്ച് പറയാണ്, അവരെ സാമൂഹ്യമായി വളർത്താനുള്ള സാഹചര്യം ഉണ്ടാവണം. ഇന്ന് സാമൂഹ്യമായി വളർത്താനുള്ള സൗകര്യം ഇന്നില്ല കൂടുതൽ. ഇതെല്ലാ കുട്ടികളെയും അടുത്ത വീട്ടിൽ പറഞ്ഞേക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. ഇനി അവിടെ പോകണ്ട, അവിടെ അവൻ്റെ കാര്യം ശരിയില്ല, ഇവൻ്റെ കാര്യം ശരിയില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടീനെ അടുത്ത വീട്ടിൽ പറഞ്ഞേക്കാത്ത ഒരവസ്ഥയാണല്ലോ. പിന്നെ സിറ്റിയിലൊക്കെ അത് ഫ്ലാറ്റുകളാണ്, ആ ഫ്ലാറ്റിൽ അടുത്ത ഫ്ലാറ്റിലെ കാര്യം അറിയില്ല. പക്ഷേ ഗ്രാമത്തിൽ ഇന്നും ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ആ ഗ്രാമത്തിൽ ഓരോ വീടുകളിൽ നമുക്ക് എൻട്രൻസ് ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയുള്ള സൗകര്യം വളരെ കുറവാണെന്ന് തോന്നുന്നു. ജനങ്ങൾ പുരോഗമിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ഓരോ കുട്ടിയും ഓരോ വീടുകളിലും പോയി, ഓരോ വീടുകളില്ല, അടുത്തുള്ള ജനങ്ങളുമായിട്ട് പങ്കെടുക്കാനും അടുത്തുള്ള കുടുംബങ്ങളുമായിട്ട് സംസാരിക്കാനും ബന്ധപ്പെടാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ മാത്രമേ അടുത്തവൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും എല്ലാം മനസ്സിലാക്കണമെങ്കിൽ ആ കുട്ടികളെ അവരുടെ സ്വഭാവ വൈകല്യങ്ങൾ എന്തെല്ലാണ്, നല്ല ഗുണങ്ങൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കാരണമെങ്കിൽ ആ കുട്ടികൾ ബന്ധപ്പെടണം. ഞങ്ങളൊക്കെ നമ്മുടെ പഠിക്കുന്ന സമയത്ത് ഒരു 10, 20, 25 വീടുകൾ നമ്മളെല്ലാം നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അങ്ങനെയുള്ള ഒരു സംസർഗം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കണം, ഒരു സാഹചര്യം നമുക്ക് കൊടുക്കണം. എന്നാൽ അവർക്ക്, കാരണം മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല അവരെ സഹകരിക്കണം, അവരെ ദുഃഖങ്ങളിൽ പങ്കെടുക്കണം, സന്തോഷത്തെ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അത് ഒരു അനിവാര്യമായ നമ്മുടെ സംസ്കാരത്തിലൊരു ഭാഗമാണ്. രണ്ടാമത്, കുട്ടികളെ കൂടുതലായി ഇന്ന് എല്ലാം ക്ലാസ്സിൽ LKG മുതൽ 10ാം ക്ലാസ് വരെ കുട്ടികളെ ഏതെങ്കിലും ഒരു ടൂറ് പറഞ്ഞേക്കാൻ, ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ ഒരു പേരുണ്ട്, രാവിലെ വെച്ച് വൈകുന്നേരം ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പരിപാടി. അങ്ങനെ ആയിരിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ പ്രിൻസിപ്പൽസോടൊക്കെ സംസാരിക്കുന്നുണ്ട്. 2, 3, 4 ടൂറ് ഒരു കൊല്ലത്ത് കുട്ടികളെ ചെയ്യിപ്പിക്കണം. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ചെറിയ, അതായത് കേരള സ്റ്റേറ്റിൽ പോകുന്ന മാതിരിയും, 4 മുതൽ 8ാം ക്ലാസ് വരെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും പോയി പഠിപ്പിക്കുന്ന, ഒരു 2, 3, 4 പ്രാവശ്യം ഒരു കൊല്ലത്തിൽ പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കുറച്ച് ചിലവ് വരും, എന്നാലും കുട്ടികൾക്ക് ബോധം ഉണ്ടാവും. പഞ്ചാബേട, കൽക്കത്തയുടെ, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് എന്താണെന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാണെങ്കിൽ കുട്ടികളെ ടൂർ ചെയ്യണം. ടൂർ ചെയ്യുമ്പോൾ അവർ സാമൂഹികമായിട്ട് അവർ കൂട്ടായ്മ വരും. ഒരു 10-40 കുട്ടികൾ 3-4 ദിവസങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ അവർ വളരെ അവരുടെ ഒരു സംസ്കാരം പ്രത്യേകമായിട്ട് മാറും. അവരുടെ ഒരു വീക്ഷണം മാറി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ അതും കൂടി ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതും നിങ്ങൾ സഹകരിക്കണം എന്നാണ് പറയുന്നത്. കാരണം കുട്ടികൾക്ക് ഒരു 4 ദിവസം അങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 3-4 ടൂർ കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള സന്തോഷം ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ ഒരു ദിവസം പോയി വരുമ്പോൾ ജീവിതത്തിൽ ആ കുട്ടികൾ വരുന്ന സന്തോഷം വളരെ
അധികമാണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഞങ്ങൾ അതിനെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും പിന്നെ തരുന്നതായിരിക്കും. പിന്നെ അതിഥികളെ സ്വീകരിക്കുന്ന ഒരു കാര്യം, നമ്മൾ അധികം കുട്ടികളും കാണുന്ന അതിഥികളെ സ്വീകരിക്കുന്ന രീതികൾ പോരാ. നമ്മുടെ ഒരു വീട്ടിൽ വരുമ്പോൾ ഒരു വിദ്യാർത്ഥി വരുമ്പോൾ നമ്മൾ അവരെ പഠിക്കുമായിരിക്കും. എൻ്റെ മോനോട് പോയി മോൻ പഠിക്കുകയാണ്. അതല്ല, ഒരു അതിഥി വരുമ്പോൾ ആ അതിഥി വരുമ്പോൾ നമ്മുടെ ഫാമിലി എല്ലാവരും ഇരുന്ന് അവരെ വിളിച്ച് അവരെ നമസ്കരിച്ച് വീട്ടിൽ കയറ്റുക എന്ന ഒരു സംസ്കാരം, അത് നമ്മുടെ ഇന്ത്യൻ സംസ്കാരമാണ്. അത് ഇന്ത്യൻ സംസ്കാരം നമ്മൾ പാലിച്ചുകൊണ്ട് അതൊരു വലിയൊരു സംസ്കാരമാണ്. അതായത് ഒരു കുട്ടി വരുന്ന പ്രായമുള്ള ഒരാളെ നമസ്കരിച്ച് വീട്ടിൽ കയറ്റുമ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ ഒരു ആശീർവാദം ആ കുട്ടിക്ക് കിട്ടും. നന്നായിരിക്കും മോനെ എന്നുള്ളത്. അത് ഏത് സമയത്ത്, ചില ആളുകൾ ഏത് സമയത്ത് ഏത് രീതിയിലാണ് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അത് വളരെ നല്ലതായിരിക്കും. ഇപ്പം കല്യാണത്തിനൊക്കെ 1000 പേര് 2000 പേര് ക്ഷണിച്ച് പിന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനാണെന്നറിയോ? 2000 പേരൊക്കെ കല്യാണത്തിന് വിളിച്ച് അവരെ ആശീർവാദം ഉണ്ടെങ്കിൽ ഈ 2000 പേരിൽ ഏതെങ്കിലും ഒരാൾ നല്ല രീതി അവൻ്റെ സമയം നന്നായിട്ടുണ്ടാവും. ആ സമയത്ത് അവൻ പ്രാർത്ഥിക്കുമ്പോൾ ആശംസിക്കുമ്പോൾ അത് ദൈവികമായിട്ട് നേരിട്ട് കിട്ടുന്നൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്, നമ്മളൊക്കെ ഒരു കുട്ടികളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെല്ലാ മതസ്ഥരും ഇവിടെ തന്നെ നമ്മൾ പ്രാർത്ഥനയിൽ തന്നെ 3 പിന്നെ മതത്തിൻ്റെയും കാര്യങ്ങൾ കാണിച്ചു. എല്ലാ മതങ്ങളെയും തത്വം ഒന്ന് തന്നെയാണ്. നമ്മൾ കൂടുതൽ മതങ്ങളെ പറ്റി പഠിക്കുകയാണെങ്കിൽ മതത്തിൻ്റെ തത്വങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മുടെ പ്രപഞ്ചത്തിൽ അവാച്യമായ ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. ആ ശക്തിയാണ് നമ്മളത്. നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ശക്തി നമ്മളെ കാണുന്നുണ്ട്. ആ ശക്തിയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതാണ് ദൈവം. അങ്ങനെയാണെങ്കിൽ എന്താണ് ദൈവം എന്ന് പറയുന്നത്? നമ്മളെ തന്നെ സ്വയം ദൈവമാക്കി മാറ്റുന്ന ഒരു സമ്പ്രദായമാണ്. കാരണം സ്വയം ദൈവമാക്കാൻ പറ്റും. നമ്മളൊക്കെ ദൈവങ്ങളാണ്. എല്ലാവരും ദൈവങ്ങളാണ്. ദൈവത്തിൻ്റെ എല്ലാ കഴിവും നമുക്കുണ്ട്. ഒരാൾ ദൈവം എന്ന് പറയുന്നതൊക്കെ അത് അവർ ദൈവമായി മാറുന്നുണ്ടെങ്കിൽ ഒരു ദൈവം എന്നത് നമ്മളെല്ലാം ദൈവമാണ്. അതെങ്ങനെയാണ് ദൈവമാവും? നമ്മൾ സ്വയം നന്നാകണം. ഇപ്പോൾ ക്രിസ്ത്യൻസ് പറയുന്നുണ്ട്, എന്താണ് ഹിന്ദുക്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എല്ലാം സമർപ്പണ മനോഭാവത്തോടാണ്. എൻ്റെ എല്ലാം സമർപ്പണമാണ്. എൻ്റെ എല്ലാം ഒന്നുമേ എനിക്കില്ല, എൻ്റെ എല്ലാം സമർപ്പിച്ച് എനിക്ക് നിങ്ങളെ എല്ലാ സന്തോഷം തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് ദൈവമേ എനിക്ക് ബുദ്ധി തന്ന് എൻ്റെ ഹൃദയം ശുദ്ധീകരിച്ച് എൻ്റെ ദൂഷ്യങ്ങളൊക്കെ മാറ്റി എന്നെ നല്ലവനാക്കി മാറ്റണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. മുസ്ലിം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഒന്നുമില്ല, കയ്യില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, ഇത് എനിക്ക് അങ്ങാണ് എല്ലാ സഹായങ്ങളും, എല്ലാം അങ്ങ് തരുന്നതാണ്. എൻ്റെ കയ്യിലൊന്നുമില്ല, ഞങ്ങൾ വെറും കൈയോടെ വന്ന് വെറും കൈയോടെ പോകുന്നവരാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്നെ സന്തോഷം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. അങ്ങനെ എല്ലാ മതങ്ങളും പ്രാർത്ഥിക്കുന്ന ഒരു ശക്തിയിൽ തന്നെയാണ്. ആ ശക്തിയെ നമ്മൾ വിശ്വസിക്കുക. നമ്മളെ കർമ്മങ്ങൾ നന്നായിട്ട് ചെയ്യുക. നമ്മൾ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ലേഖനം ചെയ്യുന്ന ഒരു ശക്തി മേലെയുണ്ട്. ആ ശക്തിയെ നമ്മൾ വിശ്വസിക്കുക. നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് ആ ഗുരുദേവൻ കണ്ണാടി വെച്ച പ്രതീക്ഷ. നമ്മൾ മറ്റുള്ളവരെ പറ്റി പല കാര്യങ്ങളും പറയും, പക്ഷേ നമ്മൾ സ്വയം ചെയ്യുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ ആരും ചിന്തിക്കാറില്ല. കണ്ണാടിയിൽ നിന്ന് പോയി നിന്ന് കഴിഞ്ഞാൽ നീ എന്തൊക്കെ ചെയ്തു, മറ്റുള്ളവരല്ലേ നീ എന്തൊക്കെ ചെയ്തെന്ന് ആ കണ്ണാടിയിൽ പ്രതിബിംബം പറയും. ഞാൻ എത്ര ആളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, എത്ര ആൾക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്, എത്ര ആളെ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ സ്വയം ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ സ്വയം ചോദിച്ച് നമ്മൾ തിരുത്തുന്ന ഞാനാക്കുന്ന ഒരു ദൈവത്തെ ആക്കി നിങ്ങൾ മാറ്റണം. എന്നാൽ മാത്രമേ നമ്മൾ കുട്ടികളും വളരുകയുള്ളൂ. കുട്ടികൾക്ക് ദൈവബോധം ഉണ്ടാക്കണം. കുട്ടികളെ ലോകത്തിലെ ഒരു ശക്തി അവർക്കുണ്ട്. ആ ശക്തിയിൽ കൂടെ തന്നെ കുട്ടികളെ ആത്മീയ ബോധം ഉണ്ടാക്കണം. ഞാൻ എന്ത് പഠിച്ചാലും ഏതോ ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്ന, ആ ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരു പശ്ചാത്തലം, ഒരു സംസ്കാരം നമ്മളെ കുട്ടികളെ ഉണ്ടാക്കണം. തീർച്ചയായും നിങ്ങളുടെ കുട്ടികളൊക്കെ എല്ലാ ഐശ്വര്യമായി ഉണ്ടാകും. അതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ഈ സ്കൂളിൽ കൂടി ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.